അർദ്ധരാത്രി 1 മണി പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ചുറ്റും കാട് മൂടിയ വഴിയിലൂടെ കാറ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കാറിന്റെ എഞ്ചിൻ നിലച്ചു. കാറിന് എന്തു പറ്റിയെന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പെട്ടെന്നൊരു രൂപം കാറിന്റെ മുന്നിലൂടെ മിന്നി മറയുന്നത് കണ്ടു. വെളുത്ത വസ്ത്രം ധരിച്ചൊരു സ്ത്രീ രൂപം. അവര് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വളവിലായിരുന്നു. സുമതി വളവിൽ. വെൽക്കം ബാക്ക് ടു അശ്വതി ക്രിയേറ്റ്സ്. അശ്വതി ഹിയർ. സുമതി വളവ് അഥവാ സുമതിയെ കൊന്ന വളവ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മയിലമ്മൂട് എന്ന സ്ഥലത്താണ് ഈ സുമതി വളവ് ഉള്ളത്. ഇതൊരു വളവാണ്. ഒരുപാടധികം പ്രേത കഥകൾ ഈ സുമതി വളവിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അർദ്ധരാത്രി പിന്നിട്ട് കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ പോകാൻ ആളുകൾക്ക് ഭയമാണ്. അഥവാ ഈ വഴി ആരെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫ് ആകുന്നു. രാത്രി കാലങ്ങളിൽ വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീയെ കാണുന്നു എന്ന് പലരും പറയാറുമുണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ആരാണ് സുമതി എന്നല്ലേ? 22 വയസ്സുണ്ടായിരുന്ന ദരിദ്ര കുടുംബത്തിൽ ജനിച്ചൊരു സ്ത്രീയായിരുന്നു സുമതി. അരിക്കച്ചവടം നടത്തിയിട്ടായിരുന്നു സുമതിയുടെ അമ്മ സുമതിയെ വളർത്തിയിരുന്നത്. തൻ്റെ അയൽവീട്ടുകാരനായ പ്രതാപിയായ ഒരു വ്യക്തിയുടെ വീട്ടിൽ സുമതി വീട്ടുജോലികൾക്ക് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ തൻ്റെ മുതലാളിയുടെ മകനുമായി സുമതി പ്രണയത്തിലാവുന്നു. അവസാനം ആ പ്രണയം ഒരു ചതിയിലേക്ക് എത്തിപ്പെട്ടു. അവസാനം അരുംകൊലയിലേക്ക്. താൻ ജീവനായി കണ്ട ആ വ്യക്തി തന്നെ സുമതിയെ കഴുത്തറുത്ത് കൊന്നു. തൻ്റെ സുഹൃത്തിൻ്റെ സഹായം കൂടി തേടിയിട്ടാണ് ആ വ്യക്തി സുമതിയെ കൊന്നത്. പിന്നീട് രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടിൽ ഈറ്റ ശേഖരിക്കാൻ വന്ന സ്ത്രീകളാണ് ഈ ഒരു മൃതശരീരം കാണുന്നത്. പിന്നീട് ഈ സംഭവം വലിയ പോലീസ് കേസ് ആവുകയും 6 മാസത്തിനുള്ളിൽ തന്നെ കൊലയാളികളെ കണ്ടെത്തുകയും ചെയ്തു. ഒരു സ്ത്രീയെ നിഷ്കരണം കൊന്നതിന് അവർക്ക് ലഭിച്ച ശിക്ഷ 15 വർഷം മാത്രം തടവ്. 15 വർഷത്തിനു ശേഷം അവർ പുറത്തിറങ്ങി സാധാരണ ജീവിതം ജീവിച്ച് മരണപ്പെട്ടു. പിന്നീടും സുമതി വളവിലെ സുമതിയെപ്പറ്റി പല കഥകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു.